നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുത്ത തീരുമാനം അറിയിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകത്തിലെ BJP നേതാവായ S. വിഘ്നേഷ് ശിശിർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിനു പുറമെ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്നും അതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നുമായിരുന്നു S. വിഘ്നേഷിന്റെ ആവശ്യം. പാലക്കാട് തോൽവിക്ക് പിന്നാലെ കൊച്ചിയിൽ ചേർന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ ഉയർന്ന വിമർശങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇത്രയും നാൾ സുരേന്ദ്രനെ തുണച്ചിരുന്ന V. മുരളീധരൻ അദ്ദേഹത്തെ കൈവിട്ടതിന്റെ സൂചനകളും നേതൃയോഗത്തിൽ പ്രതിഫലിച്ചു. അടുത്ത ഫെബ്രുവരി വരെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ എന്ന ധാരണ യോഗത്തിനു ശേഷം ദേശീയ നേതാക്കൾക്കിടയിൽ ഉണ്ടായതായാണ് സൂചന. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് അന്വേഷിക്കണമെന്ന് കുടുംബം. ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംസ്ഥാന പോലീസ് അന്വേഷണം പ്രഹസനമാണെന്നും CBI അന്വേഷിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മറ്റൊരു പൊതു താൽപര്യ ഹർജിയും ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. തൃശൂർ പൂരം കലക്കിയത് പോലീസ് എന്ന് തിരുവമ്പാടി ദേവസ്വം. പോലീസിന്റെ ഇടപെടലും വീഴ്ചകളും എണ്ണിപ്പറഞ്ഞ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ സത്യവാങ്മൂലം. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് വിമർശനം. പൂരമെഴുന്നള്ളിപ്പിൽ പോലീസ് ഇടപെട്ടുവെന്നും സ്വരാജ് ഗ്രൗണ്ടിലെ എല്ലാ വഴികളും പോലീസ് ബ്ലോക്ക് ചെയ്തുവെന്നും പൊതുജനങ്ങൾക്ക് എഴുന്നള്ളിപ്പ് കാണാനുള്ള അവസരം നിഷേധിച്ചുവെന്നും തിരുവമ്പാടി ദേവസ്വം കോടതിയിൽ പറഞ്ഞു. +2 വിദ്യാർത്ഥിനി പനി ബാധിച്ച് മരിച്ചതിന് പിന്നാലെ 5 മാസം ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചതോടെ പോക്സോ കേസും രജിസ്റ്റർ ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച മുണ്ടപ്പള്ളി സ്വദേശിനിയായ 17-കാരിയാണ് ഗർഭിണിയാണെന്ന് തെളിഞ്ഞത്. കുട്ടിയുടെ മരണത്തിൽ നേരത്തെ അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിരുന്നത്. ഇതിനു പുറമെയാണ് പോക്സോ വകുപ്പ് അനുസരിച്ചും കേസെടുത്തത്. ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ ബുധനാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 4 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ബൈഡന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.